Hi everyone, welcome to another episode of Food Myths Chronicles of Food. അഹിംസ നോൺ വയലൻസ് Non-violence ടോട്ടലി തന്നെയാണ്. നമ്മൾ കൊല്ലേ ചെയ്യും. അഹിംസയുണ്ടോ? ഇല്ല 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 അല്ല, നമ്മളത് കൊല്ലേ ചെയ്യരുത് എന്ന് പറയുന്നതാണ് അഹിംസ. പക്ഷെ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ജനറലി ഒരു സേയിങ് ആണ്. അറൌണ്ട് ദ വേൾഡ് നമ്മളെ കൊന്നാൽ പാപം തിന്നാൽ തീരുന്നു Basically for your survival. സർവൈവൽ. കൊല്ലരുത് എന്നൊരു സ്ഥലത്തും പറയുന്നില്ല. പക്ഷേ കാലക്രമേണ ഈ അഹിംസ മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആയി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ, എസ്പെഷ്യലി ആഫ്റ്റർ ജൈനിസം ആൻഡ് ബുദ്ധിസം ഹാവിങ് സ്ട്രോങ് റൂട്ട്സ്, എസ്പെഷ്യലി കേരളത്തിൽ ജൈനിസം ആൻഡ് ബുദ്ധിസം വാസ് വെരി വെരി പോപ്പുലർ. കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു ഒരു സമയത്ത് ജൈനിസവും ബുദ്ധിസവും ഒക്കെ. നമ്മൾ കൂടുതൽ ഈ റിലീജിയസ് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ കൂടുതൽ കടക്കണ്ട, കാരണം നമ്മൾ ഹിസ്റ്റോറിയൻസ് അല്ലാത്തതിന്റെ പേരിൽ നമുക്ക് അത് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഇതില്ലാത്തതിന്റെ പേരിൽ നമുക്ക് അതിന്റെ സർഫിഷ്യൽ സംഗതി. അപ്പൊ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം കൊണ്ടാണ് കൂടുതലും ഈ വെജിറ്റേറിയനിസം വന്നത്. ബുദ്ധിസത്തിന്റെ നമ്മൾ വെജിറ്റേറിയൻസ് ആയതല്ല, വെജിറ്റേറിയൻ കൾച്ചർ കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ ഫുഡിനോടുള്ള കൂടുതൽ ഇതൊക്കെ. പക്ഷെ കേരളത്തിൽ പൊതുവെ പറയപ്പെടുന്നത്, ഞാൻ പറഞ്ഞില്ല, നോർത്ത് ഇന്ത്യൻ ട്രാവലേഴ്സ് ഒക്കെ, ഞങ്ങൾ ട്രാവൽ ഏജൻസികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ ട്രാവലേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഏറ്റവും നന്നായിട്ട് അറിയാം, നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞല്ലോ ജിനു, ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കേരളത്തിലാണ് ആക്ച്വലി ഓപ്ഷൻസ് കൂടുതൽ എന്നുള്ളതാണ് നമ്മുടെ സത്യം. ആൻഡ് ദാറ്റ് ടു വെരി ക്ലോസ് ടു വീഗൻ ഫുഡ്. ഈ വേഗനും പിന്നെ വേറെന്താ, ഈ ഗ്ലൂട്ടൻ ഫ്രീ, ലാക്റ്റിക് ഫ്രീ, ഇതൊക്കെ വളരെ ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. എക്സാക്ട്ലി വേഗൻ എന്താണ്? വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽ പ്രോഡക്ട്സ് ഉപയോഗിക്കാത്ത ഭക്ഷണം അല്ലെങ്കിൽ സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ലെതർ ബാഗ് മെയ്ഡ് ഔട്ട് ഓഫ് ലെതർ ഫ്രം an animal is not vegan. Okay, so vegan is not just limited to food. No, it is not limited. It's a lifestyle. It is a lifestyle. A lot of people misunderstand vegan to be just related to vegetarian, non-vegetarian, vegan ന്റെ കൂടെ കൂട്ടിപ്പോകുന്നു. അല്ല എല്ലാം ഈ ലെതർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ വാങ്ങാൻ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെയാണ് ഈ വീഗനിസം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിലെ ഒരുപാട് ഭക്ഷണം നമ്മുടെ ഈ ഗ്ലൂട്ടൻ ഫ്രീ, ലാക്ടോസ് ഫ്രീ ഒക്കെ ഒരുപാട് ഭക്ഷണം പരിചയിച്ചിരുന്ന, ഇപ്പോഴും പരിചയിക്കുന്ന സ്ഥലമാണ്. അല്ല, ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഓപ്ഷൻ ഉള്ള നാട് നമ്മൾ കറികളിൽ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉള്ള സ്ഥലം ഈവൻ നോർത്ത് ഇന്ത്യയെക്കാളും കൂടുതൽ ഓപ്ഷൻസ് നമുക്കായിരിക്കാം. നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഫാൻസി സംഗതികളാണ്. ഇതിൽ തന്നെ നമുക്ക് ഇൻ ദ സെൻസ് നമ്മൾ ഈ ടിക്ക, അതുപോലെ തന്നെ ഈ തന്തൂരി, പനീറുമായിട്ടുള്ള ഡിഫറെന്റ് ഐറ്റം, കോഫ്ത, പൊട്ടേറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സംഗതികൾ. പക്ഷെ ഈ പൊട്ടേറ്റോ ഒക്കെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടേറ്റോ നമ്മുടെ ഒരു തനതായ വിഭവം ആയിരുന്നില്ല, കാർഷിക വിളയായിരുന്നില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതിനു മുമ്പൊക്കെ നമ്മുടെ കേരളത്തിൽ നല്ല എന്താണ് തനതായ ഒരുപാട് വെജിറ്റബിൾസ് നമ്മുടെ അറിയാലോ. വി ആർ ഇൻ എ ട്രോപ്പിക്കൽ. താങ്കൾ പറഞ്ഞ ജൈനിസം ഇവിടെ റിലവന്റ് ആയിരുന്ന സമയത്താണെങ്കിൽ അവർ പൊട്ടേറ്റോ ഒന്നും കഴിക്കാറില്ല. ഇല്ല അണ്ടർഗ്രൗണ്ട് സംഗതികളൊന്നും കഴിക്കാറില്ല. അതെന്തായാലും ആ കുസീനിൽ വരാൻ പറ്റൂല. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ കേരളത്തിൽ ഒരുപാട് നമ്മൾ പെപ്പറും ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തിരുന്നു, നമ്മൾ കഴിച്ചിരുന്നു. അരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഗതികൾ. പിന്നെ പച്ചക്കറി ഒരുപാട്, നമ്മുടെ പടവലങ്ങളുടെയൊക്കെ ഒരുപാട് വകഭേദങ്ങൾ. പടവലങ്ങ സപ്പോസ് ടു ബി വൺ ഓഫ് ദി ഹെൽത്തിയസ്റ്റ് വെജിറ്റബിൾസ് അവൈലബിൾ. മുരിങ്ങയൊക്കെ ഒരു മുരിങ്ങ മൂവ്മെന്റ് ഉണ്ട്. മുരിങ്ങ മൂവ്മെന്റ് എന്നാണ് അതിന്റെ പേര്. മുരിങ്ങ മൂവ്മെന്റ്. മുരിങ്ങ വെച്ചിട്ടുള്ള മുരിങ്ങ, ഹൗ ഹെൽത്തി ഈസ് മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള. മുരിങ്ങയുടെ ഇംഗ്ലീഷ് വാക്കും മുരിങ്ങ അങ്ങനെ എന്തെങ്കിലും? മൊറിങ്ങ എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഡ്രം സ്റ്റിക്സ് എന്നാണ് അതിന്റെ നമ്മൾ പറയുന്ന വാക്ക്. ഇംഗ്ലീഷ് പേരായിട്ട് നമ്മൾ പറയുന്നത് ഡ്രം സ്റ്റിക് ആണ്. പക്ഷെ ഈ ഒക്ര എന്ന് നമ്മൾ മറ്റേ ലേഡീസ് ഫിംഗർ അല്ലേ, അതിന് ലേഡീസ് ഫിംഗർ എന്നൊരു പേരുണ്ട്, ഒക്ര എന്നൊരു പേരുണ്ട്. അങ്ങനെ പറയുന്നത് പോലെ തന്നെയാണ് ഡ്രം സ്റ്റിക് എന്നൊരു പേരുണ്ട്. ഈ മുരിങ്ക എന്ന് പറയുന്നത്, ആ ഒരു കുറച്ചുകൂടി സ്റ്റൈലാക്കിയിട്ട് പറയുന്ന ഈ മുരിങ്ങ എന്നുള്ളത് മുറിങ്ക എന്ന് പറയുന്നത് ഒരു അതിനെ പറ്റിയിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതെ, മുരിങ്ങയുടെ എല്ലാ, എസ്പെഷ്യലി അതിന്റെ കായും ഇലയും ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയപ്പെടുന്നത്. മുരിങ്ങയുടെ ഇല പ്രൊമോട്ട് ചെയ്യുക. ഈ സത്യമാണോ കഥയാണോ എനിക്കറിയില്ല. ഈ മഴക്കാലത്ത് ഏതൊരു സമയത്ത് മുരിങ്ങ കഴിക്കരുതെന്ന് പറയും. വീട്ടിന്റെ
ഉള്ള സാധനമൊന്നും എടുത്ത് കഴിക്കരുത്. കാരണം അത് എന്താണ് സകല വിഷം വലിച്ചെടുക്കുന്നു. എന്തോ ഒരു സ്റ്റോറി അതെ, അതിനെ പറ്റിയിട്ട് അതിന്റെ ആധികാരികത എനിക്ക് അറിഞ്ഞൂടാ. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുരിങ്ങ ചൂടാണ്. ഒരുപാട് രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത്. മുരിങ്ങയും മുരിങ്ങയുടെ ഇലയും ഒക്കെ. അപ്പൊ അതിനൊക്കെ ചില പഥ്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ആയുർവേദ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ ഫുഡ്, അതൊരു നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന സമയത്തും ഈ നമ്മുടെ ഈ പഥ്യങ്ങള്, പിന്നെ അതുപോലെ ഈ വിരുദ്ധാഹാരങ്ങൾ എന്നുവെച്ചാൽ രണ്ടും ചേർത്ത് കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ, ഇങ്ങനത്തെ പല സംഗതികളും നമ്മൾ അതിൽ. പലരും പറയും ഈ രാത്രി നിങ്ങൾ മീനിന്റെ കൂടെ തൈര് കഴിക്കരുത്. ഞാൻ കാലാകാലം കഴിച്ചിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ തിയറി എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഓണസ്റ്റ്ലി അത് ആർക്കും അറിയില്ല. പക്ഷെ രാത്രി എന്ന് മാത്രമല്ല, പൊതുവെ മീനും തൈരും കഴിക്കരുത്. മീനും ഈ ലാക്റ്റിക് ഫുഡും ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തി കഴിക്കരുതെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഒരുമാതിരി കാണുന്ന എല്ലാ നമ്മുടെ ഈ സീ ഫുഡ് പണ്ടത്തെ കാലത്തെ നമ്മൾ ഫാർ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഏഷ്യ പസഫിക്കിലാണെന്നുണ്ടെങ്കിലും സൗത്ത് ചൈന സീ ഏരിയസിലാണെന്നുണ്ടെങ്കിലും ഈ ഐലൻഡ്സ് എന്നൊക്കെ ഫിഷ് ഒരുപാട് കഴിക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും ഫിഷും ഏതെങ്കിലും ഒരു മിൽക്ക് പ്രോഡക്റ്റുമായിട്ട് അവർ കൂട്ടിക്കുഴച്ച് ഒരു സംഗതിയില്ല. അപ്പൊ അതായിരിക്കാം, അതിലെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ചായയും കാപ്പിയും ഒരുമിച്ച് മിക്സ് ചെയ്യരുത് ഒരിക്കലും നമ്മൾ പറയാറുണ്ട്. ചിലതൊക്കെ ചില ക്ലൈമാറ്റിക് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അറേബ്യയിൽ നമ്മുടെ വിശുദ്ധ റമദാൻ കാലങ്ങളിൽ നമ്മൾ നോമ്പ് തുറയ്ക്ക് നമ്മൾ കാരക്ക, ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അതിന്റെ പിന്നിലും ഒരു കൾച്ചറൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജിയോഗ്രഫിക് ആയിട്ടോ അതിനൊരു വലിയൊരു ഇമ്പോർട്ടൻസ്. അവിടെ ഉള്ള ഒരു നാച്ചുറൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അത്. അതെ, അവിടെ വളരെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതാണ് അവരുടെ ഭക്ഷണം. അതിൽ ഷുഗർ കണ്ടന്റ്, അതാണ് അതിന്റെ ഒരു മെയിൻ സംഗതി. നമ്മൾ ഇത്രയും നേരം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ സർവൈവലിന് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആദ്യം നമുക്ക് വേണ്ടത് ഷുഗറാണ്. അപ്പൊ ഈ ഇമ്മീഡിയറ്റ് ഷുഗർ ഇൻടേക്ക് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡേറ്റ്സ് കൊണ്ടുപോകുന്നത്. ഡേറ്റ്സിനും വലിയൊരു പ്രത്യേകത ഉണ്ട്. ഡേറ്റ്സിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സ് ഒന്നും നമുക്ക് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വളരെ ഈസി ആയിട്ട് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത എന്നാൽ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ആക്ച്വലി ഡേറ്റ്. You don't find alcohol made out of dates very common. അപ്പോൾ അതിനും ഒരു സംഗതിയുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റിന്റെ ഒരു പ്രത്യേകതയും കൂടി കൊണ്ടാണ്. ഡേറ്റ്സ് അഗൈൻ ചൂടാണ്. ചൂട് സമയത്താണല്ലോ ഡേറ്റ്സ് പഴുക്കുക. നല്ല ചൂട്, ഒരു 50 ഡിഗ്രീസിന്റെ മുകളിലൊക്കെ പോകുമ്പോഴാണ് നല്ല ഡേറ്റ്സ് പഴുത്ത് വരുന്നത്. നമ്മുടെ ഇവിടുത്തെ മാങ്ങ പോലെ തന്നെ അവിടെ 50 or 60 തരം ഡേറ്റ്സ് പല വിധത്തിലുണ്ട്. അതിന് വളരെ വില കൂടിയ ഡേറ്റ്സ് മുതൽ വളരെ വില കുറഞ്ഞ ഡേറ്റ്സ് വരെ ഉണ്ട്. അത് ഈ ഇൻഫാക്ട് ഈ ഒട്ടകങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഡേറ്റ്സ് വരെ ഒട്ടകത്തിന് ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. അത് ഈ പഴുത്തു വരുന്ന സമയത്തൊക്കെ ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള അത് എല്ലാ സ്ഥലത്തെയും ഭക്ഷണം മേജർലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടെ ഇമ്മീഡിയറ്റ്ലി ലഭ്യമായിട്ടുള്ള പല വ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, ഈ പഴങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ എല്ലാ നമ്മൾ ഈ ഓരോ ഭക്ഷണങ്ങൾ ക്വിസീൻ എന്ന് പറയുന്ന സംഗതി. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ഇപ്പൊ ഈ നമ്മുടെ ഈ മാംസാഹാരത്തില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്മൾ ഇത് പറഞ്ഞു വരുന്നത്, അതായത് ഇവിടെ വെജിറ്റേറിയൻ ഓപ്ഷൻ ഇല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ സാധനങ്ങളുള്ള സ്ഥലമാണത്. അതെ, ആൻഡ് നമ്മൾ 97% നോൺ വെജിറ്റേറിയൻസുമാണ്. അതെ, വല്ലാത്തൊരു വിരോധാഭാസവും എല്ലാം ഒരു വിരുദ്ധാഹാരം പോലെ ഒരു വിരോധാഭാസം അവിടെ ഇല്ല. ഭയങ്കര കോൺട്രഡിക്ടറി ആണ്. ഗുഡ് ജിനു അതിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത്. നമ്മൾ ഒരുപാട് കാട് കയറി ഒരുപാട് സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഈ വെജിറ്റേറിയനിസത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ ഈ 64 കറി എന്ന് പറയുന്നത്, 64 കറിയിൽ നമ്മുടെ ഇത് അടക്കം വരുമോ, അച്ചാറും അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ കായ വറുത്തത്. ഈ അച്ചാറ് നമ്മളിതല്ല എന്നുള്ളൊരു സംസാരത്തിൽ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യം കൂടിയായിരുന്നു.